അപ്പോൾ ഞാൻ ഇന്ന് കല്യാണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക. എങ്ങോട്ടാ വേണ്ടേ? അസുല്ലാത്ത പോക്കാലേ. ചിലപ്പോൾ തീർക്കും, പറയാൻ പറ്റില്ല. രണ്ടാളും മാങ്ങ. അപ്പോൾ ഇത് നല്ല പഴുത്ത കോമാങ്ങ കേട്ടോ, ചെനച്ചതും പഴുത്തതും. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും ഹസ്മോൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഹസ്മോൻ ഇതാ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ആൾക്കിപ്പോൾ ഉണക്കൊക്കെ ഉണ്ട്. ചില ടൈമിൽ ആളിങ്ങനെ അടങ്ങി നിൽക്കാൻ ഇപ്പോൾ കുറച്ച് മടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഹസ്മോനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതാ എനിക്കൊരു വെഡ്ഡിങ് ഉണ്ട് കേട്ടോ. പക്ഷെ അസുവിനെ കൊണ്ടുപോകേണ്ട ഒരു കല്യാണം തന്നെയായിരുന്നു. പക്ഷെ അസുവിനെ ഈ ഒരു അവസ്ഥയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഞാനോട് പോകുന്നേ ഉള്ളൂ. ഉമ്മാക്കും ഉണ്ട് കല്യാണം, പക്ഷെ ഉമ്മാക്ക് ഹസ്മോനെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഹസ്മോൻ ഞാൻ പോകുന്നതിന് മുന്നേ പീനട്ട് ബട്ടറും ബ്രെഡിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ അതാ കുറച്ച് 3 കാടമുട്ടയും അതുപോലെ തന്നെ നമ്മളെ ബൂസ്റ്റും ആണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. ആൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഈ ഒരു സംഭവമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതെല്ലാം എൻ്റെ ഹസ്ബു കഴിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഷോക്ക് മാത്രം വെക്കുക എന്ന് പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്മോൻ ചിലപ്പോൾ എന്തെങ്കിലും ഓരോന്നൊക്കെ കഴിക്കും, അല്ലെങ്കിൽ അതുപോലെ ബാക്കിയാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാനോ അല്ലെങ്കിൽ ഉമ്മമ്മയോ ആരെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കലാണ്. അപ്പം ഞാനത് ബൂസ്റ്റും അതുപോലെ തന്നെ പീനട്ട് ബട്ടറും ബ്രെഡിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 കാടമുട്ടയാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിക്കുമ്പോഴാണ് ട്വിസ്റ്റ് ഇട്ടാ. ഇതൊക്കെ ഞാൻ ഇങ്ങനെയും കൊണ്ടുപോയെടുത്താലും ആൾക്ക് ഇത് വേണ്ട 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 എന്നൊക്കെ പറയട്ടോ. കണ്ടില്ല, ഇപ്പം തന്നെ തുടങ്ങി തട്ടലും മുട്ടലൊക്കെ. എനിക്ക് വേണ്ട വേണ്ട. പിന്നെ ഇതാ ഞാൻ സോപ്പിട്ടതിന് ശേഷം ഇതാ 2 കാടമുട്ട കഴിച്ചു ആൾ. പിന്നെ ഇതാ കുറച്ച് ബൂസ്റ്റും കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിർബന്ധിച്ച് നമ്മൾ പീനട്ട് ബട്ടർ നമ്മൾ ബ്രെഡിൽ ടിപ്പ് ചെയ്ത് തട്ടി കളിക്കാൻ കേട്ടോ. എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ നിർബന്ധത്തിന് ഇതാ ആളെ ഞാൻ കഴിപ്പിച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതാ വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ എൻ്റെ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇതാ ഒരുങ്ങാണ് കേട്ടോ. എൻ്റെ ജിമ്മിക്കൊക്കെ ഇട്ടിട്ട് വേറെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷൂട്ട് എടുത്തത് നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതും നോർമലി ആയിട്ടുള്ളതൊക്കെ ഞാൻ ഷോർട്ടാക്കി ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക. അപ്പോൾ ഞാനിതാ ഫൈനലി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് കല്യാണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ജസ്മോനില്ലാത്തതാക്കി ഞാനോട് പോവാണ്. അപ്പോൾ കൊണ്ടോട്ടിയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നാത്തൂൻ്റെ കല്യാണമാണ്. അപ്പം ഹസ്ബനെ കൊണ്ടുവരാൻ പറഞ്ഞാണ്, പക്ഷെ ഹസ്ബനെ കൊണ്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിക്കും പോകണം. ആദ്യം ഞാൻ കൊണ്ടോട്ടി പോയിട്ട് അവിടെ നിൽക്കാനും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇറങ്ങട്ടെ. നല്ല വെയിലാണ്. ഞാൻ പോയിട്ട് ബാക്കിയുള്ള നമുക്ക് കാണാം. എങ്ങോട്ടാ വേണ്ടേ? ഹസ്സില്ലാത്ത പോക്കാലേ, ഹസ്സില്ലാതെ പോവാണ് ഞങ്ങളുടെ ഇടയിൽ കല്യാണത്തിന്. കേസ് അതിൻ്റെതല്ലെല്ലാം നോക്കി. കല്യാണത്തിന് സപ്ലൈ കൂടെ ആളില്ലേ? അപ്പോൾ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മസ്നൂൻ്റെ നാത്തുവിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാക്ക് വരാൻ പറ്റിയിട്ടില്ല. ഹസ്മോൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്കും കല്യാണത്തിന് വരാം. ഞാൻ പെട്ടെന്ന് പോയി പോന്നിട്ടുണ്ട്, ഒരുപാടൊന്നും നിന്നിട്ടില്ല. എങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇനി കല്യാണം കഴിക്കാതുള്ളൂ. ഇല്ല, പറഞ്ഞോ? ഇതാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് മസ്റ്റിനോള് ഒരു കുഞ്ഞു നാത്തൂനാട്ടോ.
കുഞ്ഞു നാത്തൂന് ഞങ്ങളെ കൊണ്ട് തെക്കുമ്പോൾ കുഞ്ഞാണല്ലേ? ഞങ്ങളെടുത്തേക്കുള്ള കുഞ്ഞ്. ഞാൻ നല്ല ഹൈറ്റ് ഇല്ലേ, ഹീലിട്ടിട്ടും എത്തുന്നില്ലല്ലോ എന്റെ കൂടെ ബസ്സിലോ. ഞാൻ ഹീലിട്ട് എത്തുന്നില്ലല്ലോ. വീഡിയോയിലാണെങ്കിൽ ഞാൻ എന്നെക്കാൾ ഹൈറ്റ്. ഞാൻ ചെറുതാണ്ടിരോ. അപ്പൊ സുന്ദരിയായിട്ടുണ്ട്. എടി നമ്മളെ കറുത്ത് ചെടി ആരാ അടിച്ചു നോക്കിയാ അൾട്ടിമേറ്റ്. ആരാ അടിച്ചു നോക്കിയാണ്. ഇന്ന് ഏത് ബ്രാൻഡാ യൂസ് ഇക്കാന്റെ സ്ഥിര സ്പോട്ടാട്ടോ കൊണ്ടോട്ടി. എന്തിന്റെ ഷേക്ക് കുടിക്കാനായിട്ട്. കാരണം ഭയങ്കര ചൂടല്ലേ, ബിരിയാണിയോ നെയ്ച്ചോറോ നമുക്ക് കഴിക്കാനില്ല ഗൈസ്. അത്രയും ചൂടാണ്. ഒന്ന് തണുപ്പ് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇതാ എനിക്ക് വാങ്ങിത്തരാന്ന് കൊണ്ടുവന്നു. നമുക്ക് കഴിച്ചു നോക്കാം. കൊണ്ടോട്ടി പിന്നെ എന്തുണ്ടെങ്കിലും ഇവിടെ വിളിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് നീച്ചോരിയില്ലല്ലോ, അസുരട്ടി വന്നായിരുന്നു. അപ്പൊ എപ്പോഴും കൊണ്ടോട്ടിയാ നല്ല മാതിരിയാണ്. എന്തായാലും ഇവിടെയാണ്. ഞാന് കോഴിക്കോടും. കോഴിക്കോട് എന്താ ചോദിച്ചാണ്. പിന്നെ എന്താ ഹസ്മോന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ കല്യാണത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഹസ്മോൻ ഇങ്ങനെ കിടക്കല്ലേ. പിന്നെ അതാ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങുന്ന ടൈമിലാണ് നമ്മുടെ ഫേവറേറ്റ് ഉള്ള മാങ്ങൻ്റെ സെക്ഷൻ കണ്ടത്. മാങ്ങ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പം സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോമാങ്ങ കേട്ടോ. കോമാങ്ങ പറഞ്ഞാൽ നമുക്ക് അപൂർവമാണല്ലോ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഒരു 4 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൈത്തതും അതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോമാങ്ങൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് എന്താ പറയുക, ഇതാ ഇക്കതാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. കോമാങ്ങ എന്നുണ്ടെ എന്താണ് വെയിറ്റ് ചെയ്യുന്നത്. കോമാങ്ങ എന്നുണ്ടെ ഞാനിതാ. ഏതായാലും കോമാങ്ങ ഇഷ്ടമുള്ളതുകൊണ്ട് ഇത് എത്ര കിലോയിലും വാങ്ങും. ഇന്നിപ്പോൾ എത്ര കിലോ വാങ്ങി? 3 കിലോ. ചിലപ്പോൾ തീർക്കും, പറയാൻ പറ്റില്ല. രണ്ടാളും മാങ്ങേൻ്റെ ആൾക്കാരാ. എനിക്ക് ആ കോമാങ്ങ ഇട്ട് വേണ്ട ഒരു രക്ഷയില്ല. ഇത് അവിടെ പൈപ്പിലൊക്കെ പോയിട്ട് കഴുകിയിട്ട് കഴിക്കാനുള്ള പ്ലാനിങ് കേട്ടോ. ഇതാ എൻ്റെ കൂടി കഴിക്കറിയാം, തലും കഴുകിയല്ലേ. വേണ്ട, തിന്ന് സഹായിക്കണ്ട. തിന്നാ എനിക്ക് തന്നെ അറിയാം കേട്ടോ. ഇവിടെ കഴുകി തന്നാളെ. കോമാങ്ങ ഒക്കെ ഇട്ട് തരണാലേ ഒരു തന്നെ. അപ്പോൾ ഇത് നല്ല പഴുത്ത കോമാങ്ങ കേട്ടോ. ചെനച്ചതും പഴുത്തതും. പക്ഷെ കോമാങ്ങനെ ഏറ്റവും രസമൊക്കെ ചെനച്ചല്ലേ. പഴുത്ത രസമാണ്, പക്ഷെ എന്നാലും ഇക്കാ ഇപ്പൊ ഞാൻ പോവാണ്. നിങ്ങള് രാത്രി വാങ്ങ ഇത്ര പ്രതീക്ഷിക്കണ്ട കേട്ടോ. അത് ഞാൻ പറഞ്ഞു. കാരണം മാങ്ങനോടെ എൻ്റെ അടുത്തൊക്കെ സംഭവം തന്നിട്ടുണ്ട്. ഞാൻ പോവാം. രാത്രി കാണാം. പിന്നെ ഹസ്മോന് ഞാൻ പോയപ്പോൾ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഐസ് കൊണ്ടുവരണം ഉമ്മ, അതുപോലെ ചെറിയൊരു ബോട്ടിൽ സാധനപ്പം കൊണ്ടുവരണം. അപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അവനിപ്പോൾ കുറച്ചിടായിട്ട് ഈ ഒരു മാങ്ങ ഐസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മാങ്ങയുടെ ഷേപ്പിൽ. അപ്പോഴാണ് നമ്മുടെ പുട്ട് ഐസ്ക്രീമിൻ്റെ ഒരു കുറ്റി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇത്ര 200 സംതിങ് എന്തോ റേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിന് എല്ലാ ഐസൊന്നും കൊണ്ടു കൊടുത്ത ആൾ കഴിക്കില്ല, നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ പറഞ്ഞിട്ടുള്ള മാംഗോ ഐസാണ്, സ്ട്രോബെറി ആണ്. ആ മാംഗോ ഷേപ്പിൽ വരുന്ന കേട്ടോ അവനിപ്പോൾ ഇഷ്ടം. അപ്പം അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലേവർ ഐസുകൾ ഇവിടെ കാണാൻ. കുട്ടിക്കും വെച്ച് എന്തൊക്കെയാണ് കൊണ്ടുവന്നാക്കിയാ ഷവനപ്പ്. അവന് കൊണ്ടുവരാതെ പിന്നെ 2 ഐഷ് വാങ്ങി. പിന്നെ അസുവിന് ഇതാ മുന്തിരി കൊണ്ടുവന്നു കേട്ടോ. ഒന്ന് അയച്ചാൽ മതി, ഇപ്പൊ ഒന്ന് അയച്ചാൽ മതി. അപ്പോൾ അത് ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോസ് വരുന്നത് തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ. ബൈ.